ചെയ്തോ തിരുവാറന്മുളെ വാഴും ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നാളെ നടക്കും. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ആറന്മുളയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം റേസ് കമ്മിറ്റി കൺവീനർ ബി കൃഷ്ണകുമാർ, ഒപ്പം തന്നെ മറ്റ് അംഗങ്ങൾ എന്നിവരാണുള്ളത്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? നമ്മുടെ എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫൈനൽ അവസാന വട്ടം മിനുക്കുപണികളിൽ മാത്രമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്രാവശ്യം ആചാരത്തിനും അനുഷ്ഠാനത്തിനും ഒപ്പം അതാണ് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ജലോത്സവം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളൊരു ആവേശവും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സര വള്ളംകളി ഇപ്രാവശ്യം നല്ല ഭംഗിയായി തീരുമാനിപ്പിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും മത്സര വള്ളംകളി നടക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് പല ഷാട്ടിംഗ് പോയിന്റിലെ അപാകതയും കാര്യങ്ങളും വെള്ളത്തിൽ വള്ളം പിടിച്ചിടാനുള്ള അപാകതയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്രാവശ്യം നെഹ്റു ട്രോഫി മാതൃകയിൽ ഒരു നല്ല വള്ളംകളി നടത്താനൊരു പരിശ്രമം നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പലപ്പോഴും എല്ലാ വള്ളങ്ങളും ഒരേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണല്ലോ. അതിന് എങ്ങനെയാണ് പുതിയ എന്തെങ്കിലും ഉപാധികളുണ്ടോ അതിന്? അത് കൃത്യമായിട്ടത് നടപ്പാക്കുന്നതിനായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ പരപ്പരക്കടവിൽ ഈ വള്ളങ്ങൾ പിടിച്ചിടുകയും ബാച്ച് തിരിച്ചിട്ടുണ്ട്. 9 ഹീഴ്സുള്ള എ ബാച്ചിൻ്റെയും വള്ളങ്ങളാണ് ആദ്യപാദ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അത് 4 വെള്ളമുണ്ടെങ്കിൽ 4 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. അതിനെ പിടിച്ചിട്ടിട്ട് എല്ലാ കൂമ്പുകൾ ഒരുപോലാക്കി പിടിച്ചിട്ടിട്ട് ഗണ്ണിൻ്റെ ഗൺ പൊട്ടുന്ന, അതായത് നെഹ്റു ട്രോഫി മാതൃകയിലുള്ള മിനിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള വള്ളംകളിയാണ്. വള്ളം അവിടെ വെച്ച് ഷാട്ടിംഗ് ഗൺ പോയിന്റിൽ ഗണ്ണ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വള്ളം റിമൂവ് ചെയ്യുകയും അതിനുശേഷം ഒരുപോലെ തുഴഞ്ഞ് വന്ന് ഇവിടെ ഫിനിഷ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ടൈമിംഗ് നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതടിസ്ഥാനത്തിൽ നമ്മൾ 4 പള്ളിയോടങ്ങളെ ആദ്യം എടുക്കും. അതിനുശേഷമുള്ള 4 പള്ളിയോടങ്ങളെ ലൂസേഴ്സ് ഫൈനലിലേക്ക് എടുക്കും. അതോടുകൂടി എ ബാച്ചിൻ്റെ ഫൈനലിലേക്കുള്ള ലൂസേഴ്സ് ഫൈനലിലേക്കുള്ള വള്ളങ്ങൾ ക്രമീകരിക്കും. ഇതേപോലെ തന്നെ ബി ബാച്ചിൻ്റെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയാണ്, എത്ര പള്ളിയോളങ്ങൾ പങ്കെടുക്കും? നമ്മുടെ ജലഘോഷയാത്രയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരം. വർണ്ണശബളമായ ജലഘോഷയാത്രയാണ്. കാരണം എനിക്ക് പിന്നിലുള്ള ഈ സത്രക്കടവിന് പിന്നിലായിട്ട് വലത്ത് സൈഡിൽ 52 പള്ളിയോടങ്ങൾ. അതാണ് ഏറ്റവും നമ്മുടെ ഇപ്രാവശ്യത്തെ ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ. പള്ളിയോട സേവാ സംഘത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 52 കരകളും ഇപ്രാവശ്യം ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി വരാതിരിക്കുന്ന കടപ്പറയടക്കം ഇപ്രാവശ്യം പുത്തൻ പള്ളിയോടമായിട്ട് വരുമ്പോൾ 3 പുത്തൻ പള്ളിയോടം, 3 കരയുടെ 3 മേഖലയ്ക്കും 3 പുത്തൻ പള്ളിയോടം ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ആ 3 പള്ളിയോടം അടക്കം 52 പള്ളിയോടങ്ങൾ എനിക്ക് പുറയിൽ കാണുന്ന ഈ സ്ഥലത്ത് നമ്മുടെ ജലഘോഷയാത്രയ്ക്ക് ആടയാഭരണങ്ങൾ അണിഞ്ഞ് ചമയത്തോടുകൂടി മുത്തിക്കുട നിവർത്തി തലയ്ക്കെട്ട് കിട്ടിയ തുഴച്ചിക്കാർ, അങ്ങനെ നല്ല രസമായിട്ട് നല്ല ഈ ചെറിയ പമ്പയിൽ 52 പള്ളിയോടങ്ങൾ നിരന്ന് കിടക്കുന്ന കാണാനുള്ള ജലഘോഷയാത്ര. അതിവിടുന്ന് മേളിലേക്ക് പോകുന്ന ആ ഭംഗി, അത് വെച്ചുപാട്ടിൻ്റെ ഇതിൽ കറക്കിത്തുഴഞ്ഞ് വെള്ളങ്ങളെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ജലഘോഷയാത്ര. അതിനോടൊപ്പം തന്നെ ബി ബാച്ചിൻ്റെ ഒരു 3 ഹീഴ്സ് അമ്പലക്കടവിൽ നിന്ന് താഴേക്ക് വന്ന് ചവിട്ടിത്തിരിഞ്ഞു പോകുന്ന, ഇപ്രാവശ്യം എത്തുന്ന കാണികളെ ഇത് ചെയ്യിക്കാൻ വേണ്ടി ചവിട്ടിത്തിരിയുന്നതും കാണണമല്ലോ. അങ്ങനെ ചവിട്ടിത്തിരിഞ്ഞ് മേളിലേക്ക് പോകുന്ന ആ ജലഘോഷയാത്രയാണ് ഏറ്റവും ഇവിടുത്തെ മനോഹരമായ കാര്യം. അതിനുശേഷമാണ് മത്സര വള്ളംകളി തുടങ്ങുന്നത്. ഉദ്ഘാടന ചടങ്ങ് എങ്ങനെയാണ്? ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകൾ, ആരൊക്കെയാണ് എത്തുക? നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇപ്രാവശ്യം നമ്മൾ ക്ഷണിച്ചിട്ടുള്ള കേന്ദ്ര മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാരുണ്ട്. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ജിയെ ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഇദ്ദേഹമായിരുന്നു, ടൂറിസം മന്ത്രിയായിരുന്നു. അദ്ദേഹം വിദേശത്തൊരു ടൂറിന് പോകുന്നതുകൊണ്ട് അദ്ദേഹം വരുന്നില്ല. അതിനുശേഷം ഗിരിരാജ് സിംഗിനെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടെ കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് ക്ലിയറാണ്. അത് കഴിഞ്ഞ് ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിമാരുണ്ട്. ബാലഗോപാലുണ്ട്, സജി ചെറിയാനുണ്ട്, വീണ ജോർജ് ഉണ്ട്, നമ്മുടെ മുഹമ്മദ് റിയാസ് ഉണ്ട്. അങ്ങനെ നിരവധി മന്ത്രിമാർ സംസ്ഥാനത്തെയുമുണ്ട്. ഇവരെല്ലാം പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട പ്രമുഖ വ്യക്തികളെയും, MP-മാരെ, MLA-മാരെ, XMP-മാരെ, XMLA-മാരെ, അങ്ങനെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നല്ല പ്രമുഖരടങ്ങി നടക്കുന്ന നല്ലൊരു വർണ്ണശബളമായ ജലഘോഷയാത്രയും മത്സര വള്ളങ്ങളും ക്രമീകരിച്ചു. പമ്പാ നദിയിൽ ഇപ്പോൾ അല്പം ജലനിരപ്പ് കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് നാളത്തേക്ക് ജലനിരപ്പ് ഉയർത്താനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളെ സംബന്ധിച്ച് ഈ പമ്പാ നദി ഓരോ ദിവസവും മാറിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലായിരുന്നു, വെള്ളമില്ലായിരുന്നു. കളി എങ്ങനെ നടക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഭഗവാൻ അന്നത്തെ രാത്രിയിൽ അവസാന നിമിഷം ഭഗവാൻ നമുക്ക് വെള്ളം കൊണ്ടു തന്നു, നിങ്ങൾ കളിച്ചോളാൻ പറഞ്ഞു. അതാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ എല്ലാ ഏറ്റവും. ഇപ്പോഴും ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാണ് സർക്കാർ ഡാം തുറന്ന് വിടാതെ തന്നെ ഭഗവാൻ വെള്ളം തരുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ പ്രാർത്ഥനയിലാണ്. ഞാനാണ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കാലമായിട്ട് വ്രതത്തിലുമാണ്.
എന്നും ഭഗവാനെ കണ്ട് കാര്യങ്ങൾ പറയാം. അപ്പം അതിന് തർക്കം. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമുക്കതുകൂടെ പറയണമല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഡാം തുറന്നു വിടാനുള്ള ഓർഡർ നിങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. അത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ട്രയൽ റൺ ഇപ്പം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലേശം വെള്ളം പൊങ്ങിയായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയതിനകത്തുനിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നുള്ള ഇന്ന് ട്രയൽ റൺ നടക്കുന്നുണ്ട്. നാളെ കറക്റ്റിന് വെള്ളം ഒരു 2.5 അടി ഇതിൽ നിന്നും പൊങ്ങിയാൽ നമ്മുടെ വള്ളംകളി അതിമനോഹരമായി നടക്കും. പമ്പാ നദിയിൽ ഇപ്പോൾ ജലനിരപ്പ് അല്പം കുറവാണ്. എങ്കിലും നാളത്തേക്കുള്ള ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് വേണ്ടി ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി മണിയാർ ബാരേജിൻ്റെ ഷട്ടറുകൾ തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഉത്രട്ടാതി ജലോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ആറന്മുളയിൽ പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. കൈവണങ്ങുന്ന ദുരിതം